ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ സാധാരണ പോലെ ഞങ്ങൾ ഇന്നലെ ഒന്ന് പുറത്തേക്ക് പോയി. ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ, സ്ഥലം കൽപ്പറ്റ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ കൽപ്പറ്റ വിട്ടൊരു കളിയില്ല. അപ്പോൾ ഞങ്ങൾ മിനിഞ്ഞാന്ന് പോയ അതേ സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നടന്ന് നീങ്ങി വരുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഇതാണ് ബ്യൂട്ടി സോൺ, ബ്യൂട്ടി പാർലറാണ്. ബ്യൂട്ടി സോൺ ബ്യൂട്ടി പാർലർ, ലേഡീസ് കിഡ്സ് ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും ഞങ്ങൾ മൂന്നാളും കൂടെയാണ് പോയത്. അപ്പോൾ ആദ്യം ഇവിടുത്തെ പരിസരം എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി കേട്ടോ. ഓക്കെ, ആദ്യം ഒന്നാമത് ഞാൻ ഹെയർ കളർ ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിതൊക്കെ ചെയ്തത്. അപ്പോൾ എൻ്റെ ഹെയറിനകത്ത് ഓരോന്നൊക്കെ അപ്ലൈ ചെയ്തു. എന്താണ് അപ്ലൈ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, ഞാനതൊന്നും ചോദിച്ചിട്ടില്ല, എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വാഷ് ചെയ്തു. പിന്നെ അവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡ്രയർ ചെയ്തു. അങ്ങനെ ഇപ്പം ഇതാട്ടോ ഇപ്പോൾ ലുക്ക്. ഞാൻ ഫ്രണ്ടിലെ മാത്രം, ഞാൻ എവിടെയാണോ ഹെയർ കളർ ചെയ്തത് അവിടെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഫുള്ള് ഹെയർ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പ്രൈസ് ഞാൻ പറയത്തില്ല, പ്രൈസ് എന്നോട് ആരും ചോദിക്കരുത്, ഞാൻ പറയേയില്ല. അപ്പോൾ ഞാനവിടെ ചെന്നു, അപ്പോൾ അങ്ങനെ മുടി ഉണക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നല്ല ചേച്ചിയാണ്. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, ആ ചേച്ചീൻ്റെ പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. സാരമില്ല. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യൂട്യൂബ് ചാനലുള്ളതാണ്, അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. പറഞ്ഞു ചിലരങ്ങനെയാണ്, നമ്മൾ ചിലപ്പം കണ്ടെന്ന് വരില്ല. ഞാൻ ബിഗ്നറാണല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അപ്പോൾ ഏകദേശം സെറ്റായി. ഞാൻ അടിച്ച കളറെന്ന് പറയുന്നത് റെഡാണ്. പക്ഷേ ഇതെല്ലാം സ്മൂത്തനിങ് എല്ലാം ചെയ്ത് വന്നപ്പോഴേക്കും എൻ്റെ ഹെയറിൻ്റെ കളർ അങ്ങോട്ട് മാറി. അപ്പോൾ ആദ്യം ചെയ്തതാണോ ഇപ്പോൾ ചെയ്തതാണോ രസമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ചേച്ചി പറഞ്ഞത് ഇപ്പം ചെയ്തതാണ് നല്ല രസമെന്ന്. അപ്പോൾ പിന്നീട് ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്മൂത്തനിങ് ചെയ്യാൻ കുറേ സമയമെടുത്തു. കാരണം ഇത്രയും സമയം എന്നുള്ള കണക്കുണ്ട്. ആദ്യത്തെ ഇതിന് അരമണിക്കൂറല്ല 1.5 മണിക്കൂർ 2 മണിക്കൂർ മറ്റിരിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും 10 മിനിറ്റ് ഇരിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും അങ്ങനെയൊക്കെ ചെയ്ത് അവസാനം ഞാൻ പുറത്തിറങ്ങി ഗായ്സ്. അങ്ങനെ അവസാനത്തെ ലുക്ക് ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ അതിശയിച്ച പോലെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊച്ചിനും ചെയ്തു എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പിന്നെ കുറേ ഞാൻ ഫോട്ടോകളൊക്കെ എടുത്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ പെട്ടെന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമായി. അപ്പോൾ ഇതെവിടെയാണെന്ന് വെച്ചാൽ കൽപ്പറ്റയാണ്. കൽപ്പറ്റ ഈസി ബൈ എന്ന് പറയുന്ന ആ കടേൻ്റെ അടുത്താണ്. എല്ലാവരും വരിക. ഓക്കെ, താങ്ക് യു.